ബഷീർ കഥകളിലെ പെൺമീശ എന്ന കഥ. പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ ഭാവനയുണ്ടെന്നുള്ളതിലേക്ക് ധാരാളം തെളിവുകളുണ്ടെങ്കിലും എൻ്റെ അറിവിൽപ്പെടുന്നത് ഒന്നു മാത്രമാണ്. അത് കേൾക്കണമെങ്കിൽ പറയാം. ഒരു ദിവസം ഞാൻ ഒരു അതിഥിയായി ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിലെ കോളേജ് കുമാരിക്ക് ഭംഗിയുള്ള സിംപ്ലൻ പൊടിമീശയുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എന്താ പറയുക, യുവാക്കന്മാരെ പോലെ യുവതികൾ എന്തിന് മീശ വയ്ക്കുന്നു? ആകെ കൂടി ആണുങ്ങൾക്കുള്ള ഒരു സ്വകാര്യ സ്വത്താണത്, സമത്വസുന്ദരമായ ഏർപ്പാടിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു. കുറേ കഴിയുമ്പോൾ പെണ്ണുങ്ങൾ കഷണ്ടി വളർത്താനും ശ്രമിക്കും. ഇതിനെല്ലാം എതിരായി ഒരു നിയമം തന്നെ ഉണ്ടാവേണ്ടതാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനൊരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുമ്പോൾ സത്യമായും ഞാൻ പറയുന്നു, ജനാലയിലൂടെ ഒരു കാഴ്ച കണ്ടു. മുൻ ചൊന്ന മീശക്കാരി കോളേജ് കുമാരി മേശപ്പുറത്ത് കുനിഞ്ഞിരുന്ന് കണ്ണാടി നോക്കി കത്രിക കൊണ്ട് പതുക്കെ മീശ വെട്ടുന്നു. ഹൊയ് എന്നു ഞാൻ വിളിച്ചു. അവൾ ലജ്ജയോടെ ചിരിച്ചുകൊണ്ട് വാതിൽക്കൽ ഹാജരായി. മണ്ടിപ്പെണ്ണേ, നീ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, കുട്ടി മീശ വെട്ടുകയായിരുന്നോ? അവൾ അതെ എന്ന് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ വെട്ടിയാൽ ശക്തിയായി വീണ്ടും അവിടെ നല്ല കറുത്ത രോമം വളർന്നു വരും. അവൾ ചോദിച്ചു, പിന്നെ ഇവനെ എന്തു ചെയ്യണം? അവൾ സാധാരണയായി ഒരുമാതിരി സാധനങ്ങളെയെല്ലാം ഇവൻ, അവൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അവനെ കളയാൻ മരുന്ന് പറഞ്ഞു തരാം. അവൾ, രോമസംഹാരിയാണോ? ഞാൻ, ഛേ അവനല്ല. അവൾ, പിന്നെ? ഞാൻ, എന്ത് തരും? അവൾ, എന്ത് തരണം? അപ്പോൾ എനിക്ക് കുറേ ചില്ലറക്കാശിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 25 രൂപ. അതു തരാമെന്നവൾ സമ്മതിച്ചു. കാശ് മുൻകൂർ വാങ്ങാതെ ഞാൻ മരുന്നും പറഞ്ഞു കൊടുത്തു. എന്നാൽ നാളിതുവരെ അവൾ പണം തന്നിട്ടില്ല. ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങൾക്ക് ഭാവനയുണ്ടെന്നാണ് അവളുടെ ഭാവം. ഏതാണ്ട് ശരിയാണെന്ന് താനും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു കൊടുത്ത മരുന്ന് ഒരു ചെറിയ ചവണയാണ്. അതുകൊണ്ട് ഓരോ രോമവും പതുക്കെ പിഴുതു കളയുക. പിന്നീട് രോമം അവിടെ വരികയില്ല. വേണമെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് അവിടെ തേച്ച് കുറേ കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാൽ സംഭവം ക്ലീൻ. അപ്പോൾ അവൾ ചോദിച്ചു, ചെറിയ ചവണ എവിടെ കിട്ടും? അത് കിട്ടുന്ന സ്ഥലം എനിക്കറിഞ്ഞുകൂടായിരുന്നു. അന്വേഷിച്ച് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞില്ല. അവളുണ്ട് ക്ലീൻ ഷേവ് ചെയ്ത മാതിരി ചിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്തൊരാഹ്ലാദമാണെന്നോ. കഴുതത്തലച്ചി, എന്താ ഈ കാണിച്ചിരിക്കുന്നത്? കത്തി കൊണ്ട് വടിച്ചു കളഞ്ഞോ എന്ന് ചോദിക്കേണ്ടതിന് പകരം ഞാൻ ചോദിച്ചു, മീശ എവിടെ പോയി? അവൾ ചിരിച്ചു. അവൻ പോയി, അവൾ പറഞ്ഞു. ഞാൻ, എങ്ങനെ? അവൾ പറഞ്ഞു. ഞാൻ അവന്മാരെയെല്ലാം ഓരോരുത്തരായി 2 വിരൽ ചേർത്ത് നഖം കൊണ്ട് നുള്ളിപ്പിഴുതു കളഞ്ഞു. ഞാൻ, അമ്പടി പെണ്ണേ, ബുദ്ധിരാക്ഷസി.